ആവർത്തിച്ച് പിടികിട്ടാപ്പുള്ളിയായിട്ട് എവിടെ ഓടി നടന്നതായി നമുക്ക് റെക്കോർഡ്സിൽ. ഞാൻ താങ്കളുടെ ഒരു പ്രതികരണം തേടുകയാണ്. താങ്കൾക്ക് അക്കാര്യത്തിൽ പ്രതികരിക്കാനുണ്ടെങ്കിൽ 2 വാക്ക്. അല്ല, 2 വാക്കിൽ തീരില്ലല്ലോ. ആ കാര്യം മാത്രമല്ല. ഒന്നാമത്തെ കാര്യം, ആർഷോയെ എന്തിന് വ്യക്തിപരമായി ആക്രമിക്കുന്നു എന്ന ചോദ്യം നിങ്ങൾ ചോദിച്ചു. ആർഷോയ്ക്ക് വലിയ തോതിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ആണ് എന്ന നിലയിലേക്കാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ എന്റെ തലയിലാവൂ. നോക്കൂ, ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന, വിദ്യാർത്ഥികൾക്കിടയിൽ പണിയെടുക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ, വളരെ ആത്മാർത്ഥമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങളുടെ ഭാഗമായി കേസുകളിൽ പ്രതിയാകും. അത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ആത്മാർത്ഥമായി ചെയ്യുന്ന വ്യക്തികൾക്കുണ്ടാകുന്നതാണ്. ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ താങ്കൾ പറഞ്ഞു പല കേസും വരും. പക്ഷെ അവരൊക്കെ എന്താ ചെയ്യുക? നേരെ പോലീസിൽ കീഴടങ്ങും, നേരെ ജയിലിലേക്ക് പോകും, റിമാൻഡ് ചെയ്യും, ജയിലിൽ കിടക്കും. ഇവിടെ ആർഷോയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ആർഷോയുടെ മുന്നിൽ ആർഷോ പിടികിട്ടാപ്പുള്ളിയായി നിൽക്കുകയും പോലീസ് കാഴ്ചക്കാരായി നിൽക്കുകയും അവരുടെ മുന്നിലൂടെ ആർഷോ വിരാജിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ത് വിധി, വല്ലാത്ത ചതീത്, ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടിയത്. കേസിൽ പ്രതിയാകുന്നത് എന്തോ വളരെ മോശപ്പെട്ട കാര്യമാണ് എന്ന നിലയിലേക്ക് ഇവിടെ ആരോപണം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഉദാഹരണത്തിലേക്ക്. എനിക്ക് കാസർഗോഡ് കോളേജിലും പിന്നീട് അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിലും ഒക്കെ ചെല്ലാനും ഈ മഹാരാജാസ് കോളേജിന്റെ പേരിൽ 4 ഒഫൻസ് ആണ്. അതിൽ മഹാരാജാസിന്റെ സീൽ അതല്ല, ഒപ്പ് പ്രിൻസിപ്പലിൻ്റെത് എന്നത് മാത്രം ഇരിക്കുക, അതിന് വേറെ ബാർ ഇട്ട് HOD എന്നുള്ള രൂപത്തിൽ ആക്കി. പിന്നെ പെസഹ ദിനത്തിലാണ്, അവധി ദിവസത്തിലാണ് ഈ സർട്ടിഫിക്കറ്റ്. തന്നെ അങ്ങനെ ഒരു ചിന്ത പോലും പോയിട്ടില്ല. എഴുത്തും വായന അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. ഇതിലൊരു രാഷ്ട്രീയ സംരക്ഷണമില്ലാതെ, ഒത്താശയില്ലാതെ, സ്വാധീനമില്ലാതെ ഇത് സാധിക്കുമോ ശ്രീമതി ചിന്ത? അന്വേഷണത്തിൽ തെളിയട്ടെ. വളരെ സുതാര്യമായ അന്വേഷണം നടക്കുകയാണല്ലോ. അന്വേഷണം നടക്കട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ എന്ന് തെളിയിക്കപ്പെടട്ടെ. അതിനകത്തങ്ങ് ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല, ഒരു പേടിയുമില്ല. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. കാരണം വഴിവിറ്റ ഒരു കാര്യവും ചെയ്യുന്നതിനകത്ത് കൂട്ടുനിൽക്കുന്നവരല്ല ഞങ്ങൾ. പക്ഷെ അതിലിപ്പോ ഒരു SFI കേഡർ ഈ ഒരു വ്യാജരേഖ ഉണ്ടാക്കി എന്നത് SFIക്ക് അല്ലെങ്കിൽ SFIയുടെ കേഡറിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്തു എന്നതൊരു അപമാനമായി സംഘടന കരുതുന്നുണ്ടാവുമോ? പണി പിന്നെയും പാളി.